ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി ടൈൽസ്. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ സെയിം ടേസ്റ്റിലൊരു ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ ദി റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ചെറിയ റൈസ് നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കൈ വൃത്തിയാക്കി അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ചിക്കനിലേക്ക് ഗാർലിക് പേസ്റ്റും മാഗി ക്യൂബിൻ്റെ ചെറിയൊരു പീസ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അല്പം ലെമൺ ജ്യൂസും ഒരു സ്പൂൺ സോയാ സോസും ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേവിച്ച് വെച്ച ചിക്കനും നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാൻ വെച്ച് അതിൽ സൺഫ്ലവർ ഓയിൽ വെച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും പിന്നെ കുറച്ച് സാൾട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേവിച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും മുട്ടയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂണ് വിനാഗിരിയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.